എന്റെ തമ്പുരാനെ, ജീവൻ കൈ പിടിച്ചോണ്ടുള്ള ഓട്ടമായിരുന്നു. അതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. നിങ്ങളെ ഇവിടെ പലർക്കും എന്നെ ചിലപ്പോ അറിയായിരിക്കും. കുഞ്ഞുമോൻ, ചട്ടമ്പി കുഞ്ഞുമോൻ. നാട്ടിൽ 100-150 ശിഷ്യന്മാരുള്ള ഒരു ഗുണ്ടയായിരുന്നു ഞാൻ. ഇപ്പൊ ഇരി അതൊക്കെ പറഞ്ഞിട്ട് കാര്യം കേട്ടോ. എന്നാലും പണ്ടത്തെ പോലെ തന്നെ മഴയത്തും വെയിലത്തും കുഞ്ഞുമോൻ. എന്റെ പൊന്നെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നാട്ടിൽ നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോഴാ ബോംബെക്ക് ചാടിയത്. ഇവിടെ നാട്ടിലെ അടി പിന്നെ പോട്ടെ, നമ്മുടെ നാട്ടുകാരാന്ന് വെക്കാം, നമുക്ക് സഹിക്കാം. ഈ ബോംബെ വന്ന് ഹിന്ദിക്കാരടി എനിക്ക് വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനല്ല, നഹി നഹി എന്ന് വെച്ചാ നഹി. പിന്നെ ഇവന്മാരെന്നെ ഓടിച്ചിട്ടടിക്കുന്നതിന്റെ കാര്യമാ എനിക്ക് മനസ്സിലാവാ. ഫോണും എന്നെ അടിക്കുമെന്ന് തോന്നിപ്പോ. ഹലോ, ആരാ? ചന്ദ്രൻ. ചന്ദ്രൻ. അയ്യോ ചന്ദ്രൻ, നീ എവിടെ നിൽക്കണം? ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി, നീ കണ്ടില്ലയോ? അയ്യോ, ആശാൻ ഓടുന്ന ഞാൻ കണ്ടായിരുന്നു. ആശാൻ ഇപ്പൊ എവിടെ നിൽക്കുക? ഇതെവിടാന്ന്? ഞാന് ധാരാവി ജംഗ്ഷനിലാന്ന് തോന്നുന്നു. ധാരാവി ജംഗ്ഷനിലൊക്കെ പോയി നിൽക്കാൻ ആര് പറഞ്ഞു? ഒരു കാര്യം ചെയ്യും, അവിടുന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുത്. പിന്നെ ഞാനിതാ വന്നേക്കുവാ. ആണോ? എന്താ കാണിക്കുവാടാ? ആവശ്യമില്ലാത്ത പണിക്ക് പോകാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുമാതിരി മറ്റേ പണി കാണിക്കരുത്. അതല്ല പിന്നെ ഇപ്പോഴും പേര് ചട്ടമ്പിക്കുന്നു. അടിയെന്ന് എഴുതി കാണിച്ചപ്പോഴേ ഓടി. അയ്യോ, അടിയെന്ന് എഴുതി കാണിച്ചപ്പോഴല്ലോ, അവിടെ അടി തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇറങ്ങി ഓടിയത്. അതാ ഞാൻ പറഞ്ഞത്. അതൊക്കെ പോട്ട്, ഈ ഓടുന്നതിന്റെ ഇടയ്ക്ക് ഈ അണ്ണാനെ പിടിച്ച് ഇന്ന ആര് പറഞ്ഞു? അണ്ണനെ പിടിച്ചു? അണ്ണാന്റെ ബാലൻസ് ചാരത്തിയിട്ട് ഉരുട്ടിയത്. പിന്നെ നാണക്കേടായി പോയി. നിന്നോട് ഞാൻ എപ്പോഴേലും പറഞ്ഞായിരുന്നോടാ എനിക്ക് വിശക്കുന്നു, എനിക്ക് പൊറോട്ട ഇറച്ചി വേണം? നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നോടാ? എന്റെ പൊന്നാശാനെ, സ്നേഹമുള്ള ശിഷ്യന്മാർക്ക് ആശാന്റെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റും. എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ പൊറോട്ട വേണമെന്ന്? അയ്യോ, അങ്ങനല്ല. പിന്നെ ഞാനും പുള്ളിയുമായിട്ട് ബോംബെ വന്നിട്ട് ഒരാഴ്ചയായി. ഇതുവരെ പച്ചവെള്ളം കുടിച്ചിട്ടില്ല. കടത്തിണ്ടല്ല കിടന്നുറങ്ങുന്നത്. ഇന്നലെ ഞാൻ നോക്കുമ്പോ വെളുപ്പിനെ 5:30 എന്റെ മുണ്ടിന്റെ ഒരു പീസ് കീറിയിട്ട് മഴയത്ത് മുക്കി തിന്നുന്നു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി പൊറോട്ട ഇറച്ചി തിന്നുന്ന സ്വപ്നം കണ്ടോണ്ട് കിടക്കുവാണ്. അതാ ഞാൻ മാർവാടിയുടെ കടയെ കൊണ്ട് കയറ്റിയത്. മാർവാടിയുടെ കടയെ കൊണ്ട് കയറ്റി എന്നുള്ള സത്യമാ. പറഞ്ഞ ദോഷം പറയത്തല്ലോ. ഇവൻ എനിക്ക് പൊറോട്ട ഇറച്ചി വാങ്ങിച്ചു തന്നു, ഞാൻ തിന്നു, ഇവനും പൊളക്ക തിന്നു. എന്നിട്ട് അവര് ബില്ലും കൊണ്ട് വന്നിട്ട് പൈസ വേണമെന്ന് പറഞ്ഞപ്പോ ഇവന്റെ സ്ഥിരം അടവ് ഉണ്ടാവുന്ന കാലത്ത് തരാമെന്ന്. ഞാനത് കേട്ടതും ഇറങ്ങി ഓടി. എനിക്കറിയാം അടി വരുമെന്ന്. ഞാൻ വിടുവോ? എന്റെ പൊന്നാശാനെ, എന്തൊക്കെ ഈ പറയുന്നത്? സാധാരണ ഓട് അടി വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പുറത്തോട്ടാണ് ഓടുന്നത്. ഇതാ ഹോട്ടലിലെ അടുക്കളയായിട്ടടുത്ത് ഓടിയേക്കുന്നു. എന്റെ ചന്ദ്ര, നിനക്കറിയത്തില്ല അടി വരുന്ന അടുക്കളയാന്നോ അന്തപ്പുറമാന്നോ ഞാൻ നോക്കിയില്ല. ഞാൻ ഓടിച്ചെന്ന് കേറിയത് എവിടെന്ന് നിനക്കറിയാമോ? ബിരിയാണി ചെമ്പിനകത്ത്. അയ്യേ, ഞാൻ കണ്ടായിരുന്നു. മരണക്കിണറിനകത്ത് പിള്ളേര് ബൈക്ക് ഓടിച്ച് കളിക്കുന്ന പോലെ ചെമ്പിനകത്ത് കയറിയിരുന്ന് കഴി ഉരുട്ടി പോകുന്നു. അത് കണ്ടെന്റെ ശിഷ്യൻ ഇവിടെ നിന്ന് ചിരിക്കുവായിരുന്നില്ലേടാ? അയ്യോ, ഞാൻ ആ ഹോട്ടലിൽ നിന്ന് ചിരിക്കുകയല്ലായിരുന്നു. ഷെവർമാടെ കമ്പി കയറ്റിയിട്ട് അവന്മാരെന്നെ കറക്കായിരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, 3ാമത്തെ കറങ്ങിയതും ആ കമ്പിക്കകത്ത് ഞാൻ കുറിയും വെച്ചു. കുറി വെച്ചെന്നാ പറഞ്ഞത്. അയ്യോ, എന്റെ മെയിൻ സംഭവമാണ് ഈ കുറിവെപ്പ്. ആശാനും ഇത് മനസ്സിലായിട്ടില്ലെന്ന് വിചാരിക്കുമ്പോ കഷ്ടമാണ്. ഇതിനെല്ലാം കാരണക്കാരൻ നീ ഒറ്റ ഒരുത്തൻ. ഞാനാണോ കാരണക്കാരൻ? കാശുമില്ല, പുത്തനുമില്ല, എങ്ങനെ വേണം ഇവിടെ വന്ന് കിടന്ന് എന്തോ കാണിക്കുവാടാ. കടയിൽ നടി കൊണ്ട് ഓടിയെങ്കിലും ആശാൻ പേടിക്കേണ്ട ഒരു കാര്യമില്ല. അവന്മാരിനി കട നടത്തും, കാശ് നമ്മൾ സമ്പാദിക്കും. അവന്മാര് കട നടത്തിയിട്ട് കാശ് നമ്മൾ സമ്പാദിക്കുന്നേ? ആ ഹോട്ടലിൽ ഇരുന്ന ഷാറൂഖ് ഖാനെ കൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഷാറൂഖ് ഖാനെ പിടിച്ചോണ്ട് വന്നോ? നമ്മുടെ നാട്ടിലൊക്കെ മമ്മൂട്ടിയാ പറയുന്നത്, അവിടെ ഷാറൂഖ് ഖാനാ ഇത് പറയുന്നത്. ആര് കടയിൽ കയറിയാൽ ഇതിനകത്ത് കാശ് വന്ന് വീഴും. പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളിനി പണിക്ക് പോകണ്ട, ഏതെങ്കിലും മരത്തിന്റെ സൈഡിൽ പോയി ഇതുമായിട്ട് ഇരുന്നാൽ മതി. ചുമ്മാതെ വന്ന് കാശ് വീഴും. ഇതിനകത്ത് 2 കോടി രൂപയാകുമ്പോ നമുക്ക് പൊട്ടിക്കാം. 75 रुपए
കണ്ടോ അവിടെ ആ രണ്ടിപ്പ കയറി കഴിച്ചു കാശ് നമുക്ക് തന്നെ അതാ ചന്ദ്രന്റെ കളി. എടാ എന്റെ മോടെയും മരുമോന്റെയും കൂടെ നല്ല അമ്പൂറ്റിയായിട്ടുണ്ട് ചെറുക്കന്റെ കൂടെ അന്തസ്സായിട്ട് ജീവിച്ചോണ്ടിരിക്കുമല്ലായിരുന്നോ ഞാൻ. ഓഹോ അത് ശരി. ഇപ്പൊ മരുമോനായി പുന്നാരയായി മോനായി. പണ്ട് ഈ മരുമോനെ സ്വന്തം മോളെ അടിച്ചോണ്ട് പോയെന്നും പറഞ്ഞ് ചന്ദ്രന്റെ മുമ്പിൽ വന്ന് നിന്ന് കരഞ്ഞപ്പോ എടവും വലവും നോക്കാതെ ഇറങ്ങി തിരിച്ചവനാ ചാക്കോച്ചി. അപ്പൊ ചന്ദ്രൻ 2-3 പ്രാവശ്യം ആയപ്പോ തെറ്റിപ്പോയതാണ്. എന്നിട്ട് ഞാൻ അവനെ കയ്യേലിട്ട് കറക്കി പാടത്തൊരു ഒറ്റ അടിയായിരുന്നു. അതോടുകൂടി ഇയാളെ മരുമോൻ നന്നായി. അപ്പൊ ചന്ദ്രൻ ഔട്ട്. ആര് കറക്കി അടിച്ചെന്നാ പറഞ്ഞ? അതൊക്കെ നാട്ടുകാര് കണ്ടിട്ടുണ്ട്. നീ ഇല്ലയോളാ ഈ നാശമെല്ലാം ഉണ്ടാക്കി എന്നെ ഈ ബോംബെ കൊണ്ടു. ഇയാള് പിന്നെ എന്റെ നെഞ്ചത്തോട്ട് വരുവാണല്ലോ. ആശാനൊന്നും നോക്കത്തില്ല, കുറി വെച്ചുകളയും ചന്ദ്രൻ. ഒരു കാര്യം ഞാൻ പറയാം, ഞാനല്ല ഒന്നിനും കാരണക്കാരൻ. പിന്നെ ആരാടാ? നിങ്ങൾ ഇത് കേക്കണം. കേട്ടില്ലേ കേൾപ്പിക്കാൻ ചന്ദ്രൻ അറിയാം. പണിയും വേലയില്ലാതെ കുറച്ച് നാൾ ഞാൻ വീട്ടിൽ ഇരിക്കുവായിരുന്നു. സത്യമാ, ഇങ്ങേർക്കും പണിയൊന്നുമില്ല. ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞ്, എടാ ഒരു വാടക വീട് ഒഴിപ്പിച്ചാൽ കുറച്ച് ചിക്കിളി കിട്ടുമെന്ന്. ഇയാടെ കൂടെ എന്നിറങ്ങി തിരിച്ചാലും ആടി ഉറപ്പാ. എന്നാലും ഞാൻ പോയി. ആശാനല്ലേ, തള്ളിക്കളയാൻ പറ്റുമോ? നേരെ ഇയാൾ കാണിച്ചു തന്ന വീട്ടിലോട്ട് ഒറ്റ കയറ്റമായിരുന്നു. അവിടെ കട്ടിലേക്ക് ഉടങ്ങിയ അപ്പാവനെടുത്ത് ഒറ്റ ഏറാ വെളിയിൽ. അവരെല്ലാം പിടിച്ചെറിഞ്ഞ് വീടും പൂട്ടി താക്കോലെടുത്ത് വിഴുങ്ങി വെള്ളവും കുടിച്ചൊരു ഒറ്റ വരവായിരുന്നു. പക്ഷെ അതൊരു എസ്ഐയുടെ വീടാന്നുള്ള കാര്യം മറച്ചു വെച്ച്. വീടല്ല, അതിന്റെ തൊട്ടപ്പുറത്തെ വീട് ഒഴിപ്പിക്കാനാ ഞാൻ ഇവരോട് പറഞ്ഞു. നിന്നോട് ആരാണ് പറഞ്ഞ എസ്ഐയുടെ വീട് ഒഴിപ്പിക്കാൻ? അയ്യേ, തൊട്ടപ്പുറത്തെ വീടൊക്കെ ഒരു വീടാണോ? കാണാൻ ഒരു ഭംഗിയില്ല. കൂട്ടത്തിൽ കൊള്ളാവുന്ന വീട് അതായിരുന്നു. അത് അവിടെ കയറി അവരെ ഒഴിപ്പിച്ചത്. എടാ അതുകൊണ്ടാണ് ആ എസ്ഐ എന്നെ കൊണ്ട് ലോക്കപ്പിലിട്ട് ഇടിച്ചു നൂത്തത്. നിനക്കറിയാവോടാ? അയ്യോ, ലോക്കപ്പിൽ കൊണ്ടിട്ട് ഇടിച്ചു നൂത്തെങ്കിലും ചന്ദ്രനെ വന്നുള്ള ഇറക്കി പുറത്തു കൊണ്ടുവരാൻ. ലോക്കപ്പിൽ നിന്ന് ഇറക്കിയ അന്തസ്സൊക്കെ നിങ്ങൾ കേൾക്കണം. ഇവൻ എങ്ങനെ ആ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയെന്നറിയാവോ? ആ പോലീസ് സ്റ്റേഷന് തീ വെച്ചിട്ട്. എന്റെ പൊന്നാശാന, ഞാൻ പോലീസ് സ്റ്റേഷന് തീ വെച്ചൊന്നുമല്ല. ആശാനെ ഇറക്കാൻ വേണ്ടി ഞാൻ സ്റ്റേഷനിൽ പോയാ. മണിക്കൂട്ടം കേൾക്കുന്നുണ്ടോ? മൈൻഡില്ല, അതുകൊണ്ട് ചോദിച്ചാ. ഞാൻ നേരെ അവിടെ ചെന്ന് ഒരു കട്ടൻ ബീഡിയും വലിച്ച് സ്റ്റേഷന്റെ വാതിൽക്ക നിൽക്കുമായിരുന്നു. അപ്പൊ ഒരു പോലീസുകാരൻ ഇറങ്ങി വന്നു. ഞാൻ ഈ പോലീസുകാരൻ കണ്ടല്ലോ എന്നും പറഞ്ഞ് ബീഡി എടുത്തൊരു ഒറ്റ ഏറാ. ഈ ബീഡിക്കുറ്റി ചെന്ന് വീണത് പോലീസുകാർ പിടിച്ച സ്പിരിറ്റ് കന്നാസിലും. ഒറ്റ പൊട്ടായിരുന്നു. അതിന് പോലീസുകാർ ഓടി വന്നിച്ചും പറയാ, ഡിസ്ക് ചന്ദ്രൻ പോലീസ് സ്റ്റേഷൻ ബോംബിട്ടേ. ആ ഗ്യാപ്പിൽ ആശാനം കൊണ്ട് ഓടുമായിരുന്നു. ആ ഓട്ടം വന്ന് നിന്നത് ബോംബേലും. ചന്ദ്രൻ നിന്നെ ഞാൻ കഴിഞ്ഞ ജൂണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. നീ അവിടെ തമിഴ്നാട്ടിലായിരുന്നു. എന്റെ പൊന്നാശാന, ജൂൺ മാസത്തിൽ മഴയല്ലേ, പുറത്തിറങ്ങാൻ പറ്റുമോ? അടി ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ജൂൺ 28-ാം തീയതി ഒരു അടി കിട്ടി. എവിടുന്ന്? വീട്ടിനകത്ത് വെച്ചേ. വീട്ടിൽ കയറി ചന്ദ്രനെ അടിച്ചോ? കുഞ്ഞുമോന്റെ ശിഷ്യൻ ചന്ദ്രനെ അടിക്കാൻ ഏതവരാണ് ധൈര്യമുള്ളത്? മഴയത്തും വെയിലത്തും കുഞ്ഞുമോൻ ആരാണ് അടിച്ചിനെ അടിച്ചത്? എവിടെ കയറി പോവാണ്? വീട്ടിൽ വെച്ച് അടിച്ചത് കറണ്ടാന്ന്. ഫീസ് മാറാൻ വേണ്ടി കൈയിട്ടപ്പോ കറണ്ട് അടിച്ച്. കറണ്ടിനെ ഞാൻ എങ്ങനെ തിരിച്ചടിക്കും? എടാ, കറണ്ടിനെ തിരിച്ചടിയത്തില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാറുള്ള KCB പോയി അടി ഉണ്ടാക്കണ. അതാണ് ആണത്തം. ഞാൻ നേരെ KCB-ലേക്ക് ചെന്നതാ. എന്നിട്ട് അപ്പൊ അവന്മാർ എന്നോട് പറയാം, ഇവിടെ കറണ്ട് പോയിട്ട് ഒരാഴ്ചയായിരുന്നു. ഞാൻ നേരെ അവിടുന്ന് ഇറങ്ങി. എന്നിട്ട് KCB-യുടെ മുമ്പിൽ ഇരുന്ന ട്രാൻസ്ഫോർമറിനകത്ത് കുറച്ച് വെള്ളം കോരി ഒഴിച്ചിട്ട് എന്റെ കലിപ്പ് തീർക്കുകയായിരുന്നു. ഞാൻ തമിഴ്നാട്ടിൽ പോയ കാര്യം ഇടയ്ക്ക് ചോദിച്ചായിരുന്നല്ലോ. എനിക്കൊരു പണി കിട്ടി പോയതാ തമിഴ്നാട്ടിൽ. നമ്മുടെ പഴയ രാമപ്പായ ഓർമ്മയുണ്ടോ? രാമപ്പ എന്ന് പറയുമ്പോ പണ്ട് തമിഴ്നാട്ടിൽ ഒരടിക്ക് പോയപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ആമയുടെ കോസ്റ്റ്യൂം ഇട്ടെഴഞ്ഞു പോയ മനുഷ്യനാണിത്. അവസാനം രാമപ്പ പിടിച്ചടിച്ച് പായിക്കാത്തിട്ട് ചുരുട്ടുമായിരുന്നു. അന്ന് വീണതായക്ക് രാമപ്പ. ചന്ദ്ര, ഈ ഇതൊക്കെ ഓരോ സ്ഥലത്തു നിന്ന് കിട്ടുന്നതുകൊണ്ട് എവിടുന്നാ കിട്ടുന്നെന്നുള്ളത് നമുക്ക് ഓർമ്മയില്ല. ഡീറ്റെയിൽ പറഞ്ഞാലേ നമുക്ക് ആളിനെ മനസ്സിലാവത്തുള്ളൂ. കിട്ടിയാൽ മാത്രം പോരാ, ഓർക്കാനും പറ്റണം. എന്നെ പോലെ ഡയറി മേടിച്ചു വെക്കും. അതാകുമ്പോ കുറിച്ച് വെക്കാൻ പറ്റും. ഒന്നും നോക്കിയില്ല. രാമപ്പ എന്നോട് പറയാണ്, തമിഴ്നാട്ടിലൊരു വീടുണ്ട്, അവിടെ കയറി ഒരു തൊണ്ടി മുതൽ എടുക്കണമെന്ന്. ഒന്നും നോക്കിയില്ല, നേരെ ആ വീട്ടിലോട്ട് ചെന്നു. പ്രചോദിയേട്ടൻ മൈൻഡില്ലല്ലോ, കുറി വെക്കാൻ വേണ്ടി വരണോ? ഞാൻ നേരെ ആ വീട്ടിലോട്ട് കയറി ചെന്നു. എങ്ങനാ കേറിയെന്നറിയാവോ? ആ വീടിന്റെ പുറകിൽ ഒരു എക്സോസ് ഫാനിരുന്ന ഹോൾ ഉണ്ടായിരുന്നു. അതുവഴി ഞാൻ പയ്യെ അകത്തോട്ട് കയറുകയും ഇടക്കെത്തിയപ്പോ അങ്ങോട്ട് വില്ല ഇങ്ങോട്ട് വില്ല. ഇവിടുന്ന് ഇത്രയും ഭാഗം വീടിനകത്തും ബാക്കി സിസ്റ്റം ഒക്കെ വീടിന് പുറത്തും. എന്നിട്ട് 1.5 മാസം ഞാൻ ആ ഹോളിൽ തന്നെ ഇരുന്നു. 1.5 മാസമൊക്കെ എന്തിനാ ഹോളിനകത്ത് കയറിയിരുന്നത്? ഡയറ്റിങ്ങിലായിരുന്നു. എടോ, പട്ടിണിയും വെള്ളവും ഒന്നും കുടിക്കാതെ ചൊക്കി ചൊളിങ്ങിയാൽ മാത്രമേ എനിക്ക് അതിനകത്ത് ഇറങ്ങി വരാൻ പറ്റത്തുള്ളൂ. ഈ ഡയറ്റിംഗ് ഒക്കെ എടുത്തെങ്കിലും അതൊക്കെ ഞാൻ അങ്ങ് സഹിച്ച്. പക്ഷേ എവിടുന്ന് ഒരു തൂക്കണം കുരുവെന്നാശാനെ. എന്തിന്?
കൂട് വെക്കാനായിരുന്നു അതിന്റെ പ്ലാൻ. ആ സ്ഥലം നോക്കിയിട്ട് വീടിന്റെ പ്ലാൻ പഠിപ്പിക്കാൻ പോയിട്ടായിരിക്കും. അയ്യോ എന്ന് വെച്ചാ വയറ്റിലെ കണ്ണായ സ്ഥലമല്ലേ അത് കണ്ടിട്ട് പോയത്.